എടാ സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഓപ്പൺ മൈൻഡൊക്കെ അല്ലേ, ഞാനൊന്ന് ഓപ്പൺ ആകാൻ നോക്കിയതാ. എന്നിട്ട് എന്താ, അവളിപ്പോൾ റിലേഷൻ വേണമെന്ന് പറഞ്ഞ് നടക്കുന്നു. അവളുടെ പല കഥകളും എനിക്കറിയാം. പിന്നെ നിനക്ക് വിഷമാണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയാൻ. എടാ ഉണ്ണിക്കൂടാ, ആവശ്യമില്ല നീ ഓരോന്ന് പറയില്ല കേട്ടല്ലോ. അവളിപ്പോ ഓക്കെ സാറാ, നീ ഇട്ടേക്ക്. എടാ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് വരെ ഞാൻ മേടിച്ചു വെച്ചിരിക്കുക, നിനക്കറിയാവോ? കൊള്ളാം. ആ പൈസ എനിക്ക് തന്നായിരുന്നെ ഞാൻ അതിന്റെ നന്ദി നിന്നോട് കാണിക്കത്തില്ലേടാ. എന്താടി കാണുമെന്ന് പറഞ്ഞു? എടാ അവൻ എന്നോട് പറയുക ഞാൻ പോയാ അവൻ അങ്ങനെ പറഞ്ഞ? ആ എന്നാ ഒരു സത്യം പറയട്ടെ, അവൻ വെറും നാറിയടി. വെറും നാറിയല്ല, തന്തേക്കാൾ മോശം. ആഴ്ക്ക ചേർക്ക. എടാ പക്ഷെ വാലന്റൈൻസ് ഡേ ആയിട്ട് വൈകിട്ട് ഗിഫ്റ്റ് ഒക്കെ തരാന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. വല്ല ബോംബോ തോട്ടമല്ലോ ആയിരിക്കും. നിനക്ക് വരെ പണിയൊന്നുമില്ലേ? ഇല്ല, എന്തായാലും ഒന്ന് പോയി നോക്കാല്ലേ. നീ ആരുമായിട്ട് വന്നു? ആ ഞാൻ ഉണ്ണിക്കുട്ടനായിട്ട് വന്നു. നീയാ? ഞാനും ഉണ്ണിക്കുട്ടനായിട്ടുള്ള വന്നു. എടാ നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരല്ല, നിങ്ങൾ പ്രണയിക്കേണ്ട ആൾക്കാരാണ്. യു ആർ ദി ബെസ്റ്റ് കപ്പിൾ ഓഫ് ദി ഇന്ത്യ. ഇവരുടെ പ്രശ്നം ഇതുവരെ മാറിയിട്ടാ? എന്ത് പ്രശ്നം? എപ്പോഴും ഇതൊക്കെ തന്നെ. ഇവര് പിരിയേണ്ടവര് തന്നെയാണ്. അല്ല അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? വാലന്റൈൻസ് ഡേ അല്ലടാ, ഒരാൾക്ക് പൂ കൊടുക്കാൻ വന്നയാ. ആർക്ക്? ഇവക്ക്. എടാ ഇവളാ? എനിക്കിവിടെ നന്നായിട്ട് അറിയാം. വാ കുറച്ച് കഥകള് പറയട്ടെ. അപ്പോൾ ദേ നമ്മുടെ പിണക്കമൊക്കെ മാറിയിട്ടുണ്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. കല്യാണത്തെ നിന കാഴ്ചാത പാൽ നിന